അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ഫിഖുൽ ഇസ്ലാമി 2025 വാർഷിക പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ഷോർട്സില് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് വീഡിയോയിൽ ലഭിക്കുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. 1. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം. ഓപ്ഷൻസ് അവ്വാബീൻ, തറാവീഹ്, ലുഹ. ശരിയുത്തരം തറാവീഹ്. 2. അസ്സലാത്തു ഖൈറും മിനന്നൗം. ഓപ്ഷൻസ് തർജീഹ്, ഹൈഅല, തസ്വീബ്. ശരിയുത്തരം തസ്വീബ്. 3. അറഫ ലഭിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കൽ. ഓപ്ഷൻസ് സുന്നത്ത്, ഹറാം, വാജിബ്. ശരിയുത്തരം വാജിബ്. 4. നിസ്കാരത്തിൽ ചെയ്താൽ ബാത്തിലാകും. ഓപ്ഷൻസ് ശുക്രിന്റെ സുജൂദ്, സഹവിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ്. ശരിയുത്തരം ശുക്രിന്റെ സുജൂദ്. 5. തറാവീഹ് നിസ്കാരം. ഓപ്ഷൻസ് 11 റക്അത്ത്, 20 റക്അത്ത്, 8 റക്അത്ത്. ശരിയുത്തരം 20 റക്അത്ത്. 6. മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിന്റെ പ്രതിഫലം. ഓപ്ഷൻസ് 500, 1000, 1,00,000. ശരിയുത്തരം 1,00,000. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 7. സമയമാവുക. അതിന് ശരിയായത് ഡി. അദാനിന്റെയും ഇഖാമത്തിന്റെയും ഷർത്ത്. 8. ഖിബിലയ്ക്ക് മുന്നിടുക. അതിന് ശരിയായത് ഇ. അദാനിന്റെയും ഇഖാമത്തിന്റെയും സുന്നത്ത്. 9. ഇഅ്തികാഫിനെ നിയ്യത്ത് ചെയ്യുക. അതിന് ശരിയായത് എ. മസ്ജിദിൽ പാലിക്കേണ്ട അദബ്. 10. തമാശ രൂപത്തിൽ വല്ലതും ചെയ്യുക. അതിന് ശരിയായത് ബി. നിസ്കാരം ബാത്തിലാകുന്ന കാര്യം. 11. പുരുഷൻ തലയും ചുമലും മറക്കാതിരിക്കുക. അതിന് ശരിയായത് സി. നിസ്കാരത്തിൽ വരുന്ന കറാഹത്ത്. DEABC. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കുക. 12. അത്താഴ സമയമാണ് ഡേഷ് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമം. അവിടെ പൂരിപ്പിക്കേണ്ടത് തഹജ്ജുദ്. 13. മുഅക്കദായ റവാത്തിബ് സുന്നത്തുകൾ ഡേഷ് റക്അത്താണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് 10. 14. സജിദ വജിഹിയലില്ലദി ഖലഖഹു വസവ്വറഹു ഡേഷ് വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി. അവിടെ പൂരിപ്പിക്കേണ്ടത് വശക്ക സമഅഹു. 15. അല്ലാഹു തആലയുടെ പ്രീതി പ്രതീക്ഷിച്ച് ഡേഷ് വർഷം അദാൻ ചെയ്തവർക്ക് നരകമോചനമുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് 7. 16. ഫജ്റു സ്വാദിഖ് വെളിവായത് മുതൽ ഡേഷ് വരെയാണ് സുബഹ് നിസ്കാരത്തിന്റെ സമയം. അവിടെ പൂരിപ്പിക്കേണ്ടത് സൂര്യൻ ഉദിക്കുന്നത്. ഇതിലെ ബാക്കി പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ്.